ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോട്ടൂർ ആനസങ്കേതത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റും എല്ലാം നോക്കാം. നമുക്കിനി ടിക്കറ്റ് എടുക്കാൻ പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ടിക്കറ്റ് എവിടെ? ഗൈസ്, അപ്പോൾ ഇതാണ് ടിക്കറ്റ്. പാർക്കിംഗ് ഫീ പ്രത്യേകമാണ്. ഒരാൾക്ക് 6 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 60 രൂപയാണ്. അപ്പോൾ പ്രത്യേകം പാർക്കിംഗ് ഫീ വേറെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട്. ഗൈസ്, അപ്പോൾ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു 9 മണി ടൈമിനൊക്കെ എത്താൻ കണക്കിന് ഇവിടെ വരിക. കാരണം 9 മണിക്കാണ് ഇവിടെ ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. 10 മണിക്കാണ് അവരുടെ ഫീഡിങ് ടൈം. അപ്പോൾ അത് കാണാൻ കണക്കിന് ഇവിടെ എത്തണം. അത് മസ്റ്റായിട്ട് ഇവിടെ കാണാനുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ആനയെ കുളിപ്പിക്കുന്ന കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നേരെ എൻഡിലോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ആനയെ കുളിപ്പിക്കാൻ ഇറക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, അപ്പോൾ അവരിപ്പോൾ പുതുക്കി പണിത് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു കോൺഫറൻസ് ഹാളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അവർ ഓരോ ആനകളായിട്ട് കുളിപ്പിക്കാൻ വേണ്ടി ഇറക്കുവാണ്. അപ്പോൾ ഓരോന്നിനെയായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാത്തിനെയും കൊണ്ടുപോയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെ കാണാൻ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് വന്ന് നമ്മളോട് പറയും. അപ്പോൾ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആനകളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി നമുക്കും അങ്ങോട്ട് പാസ് ചെയ്ത് പോവാം. ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്ന് ആനകളെ കുളിപ്പിക്കുന്നിടത്തോട്ട് പോകണം. പോലെയൊന്നുമല്ല, ഒരുപാട് നടക്കാനുണ്ട്. ഗൈസ്, അപ്പോൾ ഫൈനലി 1 കിലോമീറ്ററോളം നടന്നിട്ടാണ് ആനകളെ കുളിപ്പിക്കുന്നിടത്തേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓരോ സൈഡിലായിട്ട് ആനകളെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. കുറച്ച് പേരത് ഇറക്കാൻ നിർത്തിയിട്ടുണ്ട്.
ഗൈസ് അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഫീഡിങ് ടൈമാണ്. അപ്പോൾ ഇതിന് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ ഇനി അവിടെ വെച്ചാണ് ഫീഡിങ്. പിന്നെ അത് കാണാം. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ബോട്ടിങ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത്. പക്ഷേ ബോട്ടിങ്ങിൻ്റെ ടൈം ആയിട്ടില്ല. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് ബോട്ടിങ്ങിൻ്റെ ടൈമല്ല. അപ്പോൾ നമ്മൾ റേറ്റും ഇതെല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ബോട്ടിങ്ങിന് പിന്നെ കയറുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ആനകളെ തിരിച്ചു കൊണ്ടുവരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ വന്നു. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇനി ആനകളെ തിരിച്ചു കൊണ്ടുവരട്ടെ, അത് കാണാം. അപ്പോൾ ഓരോ ആനകളെയായിട്ട് കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു സേഫ് ഡിസ്റ്റൻസിൽ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് മാറി നിന്ന് കാണുമായിരുന്നു. അപ്പോൾ ആനകളെ ഇനി അടുത്ത് ഫീഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇനി അടുത്ത് ആനകളെ കൊണ്ടുപോയ ശേഷം നമുക്ക് ഫീഡിങ് കാണാൻ പോവാം. അപ്പോൾ ആനകളെല്ലാം കുളിപ്പിച്ച് സെറ്റാക്കി ഇതാ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ എന്താണെന്നത് അറിയത്തില്ല. അവരിങ്ങനെ ഒരു വലിയ ബോളാക്കി ആനയ്ക്ക് കൊണ്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ദൂരം നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഒരു ആനയെ മാത്രം അവർ കുറച്ചുകൂടെ ദൂരെ നിർത്തിയാണ് അതിന് ഫുഡ് കൊടുക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ് അപ്പോൾ ഫീഡിങ് ഒക്കെ കഴിഞ്ഞു. ആനകളെയൊക്കെ കൊണ്ടുപോയി. ഇനി ഇവിടെ കുറച്ച് കുട്ടി ആനകളുണ്ട്. അപ്പോൾ അതിനെ ഇനി നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് പോവാം. ഗൈസ് അപ്പോൾ ഒത്തിരി ഇവിടെ നടക്കാനുണ്ട്. അപ്പോൾ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണം. ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. അപ്പം നടന്ന് ഞങ്ങൾ ഇച്ചിരി ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ കുട്ടിയാനകളെ കാണാൻ എത്തിയിട്ടുണ്ട്. ഇത് ആളിച്ചിരി വയലൻ്റാണ്. അപ്പോൾ അവരെ കാട്ടിലെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കെട്ടിയിടാണ്ട് ഇങ്ങനെ കാട്ടിലൊരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്നതാണ്. അപ്പോൾ അടുത്ത് കുറച്ച് കുട്ടിയാനകളെ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അവർ അങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് തിരിച്ചു പോകാം. ഗൈസ് ഇവിടെ 4 കുട്ടിയാനയുണ്ട്. ഓരോന്നിനും ഓരോ പേരും അതിൻ്റെ വയസ്സൊക്കെ ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 4 കുഞ്ഞാനകളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കണം. വന്ന വഴിക്ക് തന്നെ നടക്കണം. ലാസ്റ്റ് ഇനിയൊരു കുട്ടിയാന ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതിനെ അവരുടെ കൂടെ നിർത്തിയിട്ടില്ല. ഇതിനെ ജസ്റ്റ് മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല. ഇച്ചിരി വയലൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.